മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പോലീസിനെതിരെ വിമർശനം. മോഷണ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടും പോലീസ് വിഷയം ഗൗരവമായി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. പോലീസ് ക്രിയാത്മക ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി. മൂന്നാറിന്റെ വിവിധയിടങ്ങളിൽ വഴിയോര വിൽപ്പനശാലകൾ നടത്തി ഉപജീവനം നടത്തുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. ഈ വിൽപ്പനശാലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ഇവരുടെ അടുപ്പ് പുകയ്ക്കുന്നത്. എന്നാൽ രാത്രി കാലങ്ങളിൽ വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളിലുണ്ടാകുന്ന മോഷണം ഇവർക്ക് പ്രതിസന്ധിയാവുകയാണ്. മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പോലീസിനെതിരെ വിമർശനം ഉയർന്നിട്ടുള്ളത്. മോഷണ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടും പോലീസ് വിഷയം ഗൗരവമായി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കുറേ കാലങ്ങളായിട്ട് ഒരു 5-8 കൊല്ലമായിട്ട് ഈ സീസൺ സമയത്തിലൊക്കെ ഈ കച്ചവടക്കാരുടെ ഒത്തിരി കഷ്ടപ്പാട് പെട്ടും ബ്ലേഡ് മേടിച്ചും സ്വർണം പണയം വെച്ചും ഇങ്ങനെ വെച്ചാണ് ഈ കടകൾ നടത്തി പോകുന്നത്. ജീവിതമാർഗം കടന്നു പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും ഈ സീസൺ സമയത്തിൽ എവിടെ നിന്നെങ്കിലും ഇരുന്ന് കടം മേടിച്ച് ഈ കടയിൽ സാധനം മേടിച്ചു കൊണ്ടെന്ന് വെച്ചാൽ അത് ഈ കള്ളന്മാർ കട്ടുകൊണ്ട് പോകുന്നത് സ്ഥിരം പരിപാടിയാണ്. ഞങ്ങൾ പോലീസിന് കുറച്ച് ദിവസമായിട്ട് ഈ 8 മാസത്തിനുള്ളിൽ തന്നെ 5 പ്രാവശ്യം ഈ കടകൾ മോഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ മൂന്നാർ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്, ദേവികുളം സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പരാതിക്ക് യാതൊരു നടപടിയും ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്തിരുന്ന് വന്നിട്ടില്ല. ഒരു അന്വേഷണം പോലും ഇവിടെ വരെ പോലീസ് വന്ന് നടത്തിയിട്ടില്ല. ഇനിയും ക്രിയാത്മകമായി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നും വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു. പലപ്പോഴും കടം വാങ്ങിയും ലോൺ എടുത്തുമൊക്കെയാണ് ഇവർ വിൽപ്പനശാലകളിൽ സാധനങ്ങൾ വാങ്ങി വയ്ക്കുന്നത്. വിൽപ്പനശാലകളിൽ മോഷണം നടക്കുന്നതോടെ ഇവർ കടക്കണിയിലാകുന്നു. മൂന്നാർ ഫ്ലവർ ഗാർഡന് സമീപമുള്ള 2 വഴിയോര വിൽപ്പനശാലകളിലാണ് ഒടുവിൽ മോഷണം നടന്നത്. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പോലീസ് കണ്ടെത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.